നാട്ടിലൊക്കെ നല്ല മഴയാണ്. അവിടെ എങ്ങനെ ചൂടുണ്ടോ? ഇല്ല, ഇവിടെ ചൂടൊന്നുമില്ല. ഇവിടെ ഭയങ്കര സുഖമാണ്. UAയിലുള്ളവർക്ക് അറിയാം ഇപ്പൊ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് രാവിലെയൊക്കെ ഓഫീസിലേക്ക് എത്തണേന്ന്. ഇപ്പൊ നാട്ടിലേക്കൊക്കെ അമ്മേനെ വിളിച്ചു കഴിഞ്ഞാൽ പറയും ഭയങ്കര മഴയാണ്, പുറത്തിറങ്ങാൻ വയ്യ, കറണ്ട് ഇല്ല, നെറ്റ് ഇല്ല, അപ്പുറത്തെ പോസ്റ്റ് ഇടിഞ്ഞു വീണു, മരം ഒടിഞ്ഞു വീണു, ഇതൊക്കെയാണ് പറയണത്. അതൊക്കെ കേൾക്കുമ്പോ നാട്ടിൽ പോവാനും മഴ നനയാനൊക്കെ ചെറുതായിട്ടൊക്കെ ആഗ്രഹം തോന്നും. പക്ഷെ ദുബായിൽ നമ്മൾ നനഞ്ഞു കുളിച്ചിട്ടൊക്കെയാണ് ഓഫീസിലേക്ക് പോണത്. പക്ഷെ വെയിൽ കൊണ്ടിട്ടാന്ന് മാത്രം. ഇപ്പൊ രാവിലെ ഓഫീസിലേക്ക് വരുന്ന ആളുകള് എങ്ങനെങ്കിലും ഒന്ന് ഓഫീസ് എത്തി കിട്ടിയാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. ഈ മെട്രോയിലെ തിക്കും തിരക്കും അതിന്റെ ഇടയിൽ ഈ ചൂടും കൂടെ ആകുമ്പോ വലിയ സുഖമൊന്നുമില്ല. UAയിലൊക്കെ പുതിയതായിട്ട് ജോലിക്ക് കയറിയ ആൾക്കാരൊക്കെ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ജോലി കിട്ടാൻ ഇത്രയ്ക്ക് പാടുണ്ടായിരുന്നില്ല, എങ്ങനെങ്കിലും ഒന്ന് ഓഫീസിലേക്ക് എത്താനാണ് ഇപ്പൊ പാടെന്ന് വിചാരിക്കണ്ടാവും. കാരണം ചൂടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ടാവുള്ള അവരൊക്കെ. ചില ആളുകളൊക്കെ രാവിലെ ഓഫീസിലേക്ക് വരണ പാവം തോന്നും. ഈ ഉള്ള സൺസ്ക്രീമൊക്കെ വാരി മുഖത്ത് പൊത്തിയിട്ട് കറുത്ത് കരിവാളിച്ചിട്ടൊക്കെ മറ്റേ ക്രീമൊക്കെ ഒലിച്ചിട്ടൊക്കെയാണ് ഓഫീസിലേക്ക് വരുന്നത്. എന്നിട്ട് പറയാ സൂര്യപ്രകാശം കൊണ്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല, സൺസ്ക്രീൻ പറ്റിയിട്ടുണ്ടല്ലോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടിലത്തെ മഴ ആസ്വദിക്കാനൊക്കെ ഭയങ്കര രസമായിരിക്കും കുറച്ച് നാള്. പക്ഷെ ഇപ്പോ പയ്യെ വെള്ളമൊക്കെ കയറി തുടങ്ങിയെന്നാ പറയണത്. അപ്പൊ വലിയ രസമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കയറി എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുമല്ലോ. അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ പ്രവാസികളുടെ അടുത്ത് 50 ഡിഗ്രി ചൂട് 55 ഡിഗ്രി ചൂട് എന്നൊന്നും പറഞ്ഞിട്ട് വെറുതെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രവാസികൾക്ക് അറിയാം ഇവിടെ എങ്ങനെ നിൽക്കണം എന്നുള്ളത്.